ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗുകാർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പറ്റിയ ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ്. എന്താ പറയുന്നത്, ഞാനൊരു വലിയ സ്മൂത്തി ഫാൻ ഒന്നും അല്ല, അതുകൊണ്ട് ഞാൻ ഒത്തിരി ടൈപ്പ് സ്മൂത്തി ഒന്നും ഞാൻ ഉണ്ടാക്കാറുമില്ല. ഞാനങ്ങനെ എന്താ പറയുന്നത്, ഞാനങ്ങനെ കഴിക്കാറുമില്ല. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ എനിക്ക് തോന്നുമ്പോൾ മാത്രം കഴിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്മൂത്തി. എനിക്ക് രാവിലെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റാണ് ഇഷ്ടം. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, വേണമെങ്കിൽ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ്. റാഗി കൊണ്ടുള്ള സ്മൂത്തിയാണ്. അപ്പോൾ എന്താ പറയുന്നത്, നല്ലതാണ്. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഈ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വന്ന് പറയാം. അപ്പം നമുക്ക് ആദ്യം ഇതങ്ങ് പ്രിപ്പയർ ചെയ്യാം. കാരണം ഞാനിതിപ്പം ഡിന്നറായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാനത് വേഗം ഉണ്ടാക്കി വെക്കട്ടെ. ഇത് ആ ഒരു സ്മൂത്തി റാഗി ഒന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് കുറച്ച് നേരം നാറാൻ വെക്കണം, ഒന്ന് തണുപ്പിക്കണം. അതുകൊണ്ട് ഞാനത് വേഗം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്കിതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ച് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ എന്താ പറയുന്നത്, ഇത് സാധാരണ റാഗി ഫ്ലോറാണ്. നിങ്ങൾക്ക് സ്പ്രൗട്ടഡ് റാഗി ഫ്ലോർ എന്ത് വേണേലും നിങ്ങളുടെ ചോയ്സാണ്. ഇത് ഞാനിപ്പം പുറത്തുനിന്ന് വിലയ്ക്ക് മേടിച്ച റാഗി ഫ്ലോറാണ്. എന്നിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ച് ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെക്കണം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ ഏകദേശം ആ ഒരു അളവിൽ വെള്ളം എടുത്തിട്ട് അതൊന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ ഈ റാഗി കലക്കി വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുത്ത് ഇതിനെയും ഇങ്ങനെ ലോ ഫ്ലെയിമിലൊന്ന് കുറുക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പം അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുക. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പം പട്ടയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഏലക്കയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം. അപ്പം ഞാനൊരു പീസ് പട്ട ഇങ്ങനെ ചേർക്കുന്നുണ്ട്, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതും ഈ റാഗിയും എല്ലാം കൂടെ നല്ലപോലെ ചേർത്ത് ഇങ്ങനെ കുറുക്ക് പോലെ, ഒത്തിരി അങ്ങ് അപ്പം പോലെ ആക്കല്ല, അതിങ്ങനെ വെന്ത് ഒന്ന് കുറുകി വരണം. നമുക്കിത് മിക്സിക്കകത്തിട്ട് അടിച്ചൊരു സ്മൂത്തി പരുവത്തിലാണ് കുടിക്കുന്നത്. അപ്പോൾ ഒന്ന് കുറുകി കിട്ടിയാൽ മതി. കണ്ടോ, ഇങ്ങനെ ഒന്ന് കുറുകിയതിന് ശേഷം അത് മാറ്റി വെക്കുക. എന്നിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക്, ഞാനിപ്പോൾ ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ഒരു ഫ്രൂട്ട്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫ്രൂട്ട് എടുക്കാം. എപ്പോഴും വെയിറ്റ് ലോസുകാർക്ക് റോബസ്റ്റ പഴം എടുക്കുന്ന കുറച്ചുകൂടെ നല്ലത്. കാരണം നമ്മൾ വേറെ എക്സ്ട്രാ മധുരമൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. പിന്നെ അതിനകത്തേക്ക് ഞാൻ ഒരു സ്പൂൺ നട്ട്സും സീഡ്സും കൂടെ പൊടിച്ച പൗഡർ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തേക്കാം. ഇതിനകത്താണ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ആ റെസിപ്പി ലിങ്ക്. എന്നിട്ട് ഈ നല്ലപോലെ ആറിയതിന് ശേഷം വേണം ആ റാഗിയുടെ മിക്സ് അതിനകത്തേക്ക് കൊടുക്കുക. അതിനകത്തുനിന്ന് പട്ട എടുത്ത് മാറ്റിയേക്കണം. അപ്പോൾ അല്ലെങ്കിൽ കൂടുതലൊരു കുത്തൽ ഫീൽ ചെയ്യും. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്മൂത്തി ഇവിടെ റെഡിയായി. പിന്നെ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സിൻ്റെ സിറപ്പ് ചേർക്കാം, ഹണി ചേർക്കാം, അല്ലെങ്കിൽ ഡേറ്റ്സ് ചേർക്കാം, വെള്ളത്തിലിട്ട് കുതിർത്ത ഡേറ്റ്സ് ചേർക്കാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ ഇതിന് അധികം മധുരം ഇല്ലാതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം എനിക്ക് അധികം മധുരം വേണ്ടാത്തത് കൊണ്ടാണ്. വെയിറ്റ് ലോസുകാർ ഈ ഒരു രീതി കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് വേണമെങ്കിൽ നമ്മൾ ഡേറ്റ്സും കൂടെ അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ ജാഗറി പൗഡറൊക്കെ ചേർക്കാം. പക്ഷേ ഈ ഒരു രീതിയിൽ ചേർക്കുന്നതായിരിക്കും വെയിറ്റ് ലോസിന് നല്ലത്. ഹായ്, അപ്പോൾ നമ്മൾ റാഗി സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അത് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന്. കാരണം ഞാൻ എപ്പോഴും റാഗി കൊണ്ടുള്ള പല പല കാര്യങ്ങളുടെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ അതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി വൃത്തിയായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ആക്ച്വലി ഞാൻ ഈ റാഗിയെ പറ്റി കൂടുതൽ അറിഞ്ഞത് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. ഇവിടെ വന്ന് വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് റാഗി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത്. അതിന് മുമ്പ് വരെ എൻ്റെ വിചാരം മൊത്തം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ റാഗി എന്നുള്ളത്. കുട്ടികൾക്ക് സോളിഡ്സ് ഒക്കെ കഴിക്കാൻ തുടങ്ങുമ്പം ഈ റാഗിയൊക്കെ കുറുക്കിയല്ലേ കൊടുക്കുന്നത്. അപ്പം അപ്പോഴൊക്കെ എൻ്റെ വിചാരം മൊത്തം അത് കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുന്ന ഒരു കാര്യം അതിനപ്പുറം ഇതിന് ഇത്രത്തോളം ഒരു ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ള ഒരു കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ റാഗി സംബന്ധമായ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടില്ല.
എപ്പോഴും ഇങ്ങനെ റാഗി ഒന്നും അങ്ങനെ യൂസ് ചെയ്ത് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ യൂസ് ചെയ്തൊന്നും കണ്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാനിങ്ങനെ വെയിറ്റ് ലോസിന് സംബന്ധമായ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ ആ സമയത്ത് ഈ റൈസിൻ്റെ സംഭവം അധികം കഴിക്കാതെ തന്നെയാണ്. തുടക്കത്തിൽ ഞാൻ ഒട്ടും കഴിക്കത്തില്ലായിരുന്നു, ഒരു മാസം. അപ്പോഴത്തെ ഞാൻ റൈസ് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോഴത്തേനും എൻ്റെ അടപ്പ് തെറിച്ചു. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഒരു നേരം ചോറ് ഉണ്ണാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ രാവിലെയും വൈകിട്ടും ഈ ഗോതമ്പ് കഴിക്കുന്നതും വലിയൊരു എന്താ പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഒരു മടുപ്പുള്ള ഒരു സംഗതിയാണ് ഈ 2 നേരം ഗോതമ്പ് കഴിക്കുന്നത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ നല്ലതായിട്ട് വെയിറ്റ് ലോസ് എനിക്ക് വെയിറ്റ് ഉള്ള സമയം 78 ഇങ്ങനെ കുറഞ്ഞു പറഞ്ഞാൽ എനിക്കൊരു 65 താഴെ എത്തണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലിരിക്കുന്ന സമയത്താണ്. അപ്പം ഞാനിങ്ങനെ ഓൾട്ടർനേറ്റീവ് ഗോതമ്പിന് വരെ എങ്ങനെ ഓരോന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ഞാനിങ്ങനെ സെർച്ച് ചെയ്തതിലാണ് റാഗി, ഇങ്ങനെ മില്ലറ്റ്, റാഗി, ബജ്റ, പിന്നെ വേറൊരു സംഗതിയും കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് റാഗിയാണ്. മറ്റൊന്നും കുഴപ്പമില്ല, എന്തോ റാഗി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. റാഗി കൊണ്ടുള്ള ദോശ, പിന്നെ ഈ ബജ്റ എന്ന് പറഞ്ഞൊരു മില്ലറ്റ് ഉണ്ട്, അങ്ങനെ തോന്നുന്നത് പ്രൊണൗൺസിന് അത്. പിന്നെ വേറൊരു മില്ലറ്റിൻ്റെ കാര്യം കൂടെ ഞാൻ നോക്കിയായിരുന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്തതാണ് കീൻവ. ഈ 3 കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റാഗി കൊണ്ടുള്ള സംഭവങ്ങളാണ് ഇഷ്ടപ്പെട്ടത്. കീൻവ ഞാൻ മേടിച്ച് പോയല്ലോ എന്നുള്ള രീതിയിൽ അത് കഴിച്ച് തീർക്കുമായിരുന്നു ചെയ്തത്. കാരണം അതും എനിക്ക് വലുതായിട്ട് കീൻവ കൊണ്ടുള്ള ഉപ്മാവ്, കീൻവ കൊണ്ടുള്ള ഫ്രൈഡ് റൈസ് ഒക്കെ എനിക്ക് ഭയങ്കര നല്ലതാണ്. അത് കഴിക്കാൻ എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്കത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ കീൻവ ഒഴിവാക്കി. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെയാണെങ്കിൽ റാഗി റാഗിയൊക്കെ എപ്പോഴും നല്ല അവൈലബിൾ ആണ്. ഇവിടുത്തുകാരുടെ ഒരു കാര്യമാണല്ലോ ഈ റാഗി കൊണ്ടുള്ള സംഭവം. കർണാടകക്കാർക്ക് റാഗി ഭയങ്കര സ്പെഷ്യലല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ റാഗി കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് കുറേ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വെയിറ്റ് ലോസ് സമയത്ത്. അപ്പോൾ അതിനെയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ റാഗി എന്ന് പറയുന്നത്. ഈ റാഗി അയൺ റിച്ച് ആണ് റാഗി. അപ്പം നമുക്ക് ഈ കൗണ്ട് കുറയുന്ന പ്രോബ്ലം ഒന്നും വലുതായിട്ട് ഉണ്ടാകത്തില്ല. കാരണം ഹീമോഗ്ലോബിൻ കുറയാതിരിക്കാനും ഒക്കെ ഈ അയൺ റിച്ച് ആയിട്ടുള്ള സംഭവമാണ്. ഈ അനീമിക് ആയിട്ടുള്ളവരെയൊക്കെ റാഗി കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. പിന്നെ ഇതിന് കാൽസ്യം എന്ന് പറഞ്ഞ സംഭവം നല്ലതാണ്. അപ്പം ബോൺ ഹെൽത്തിനൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ വൈറ്റമിൻ ഡി ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ് ഇത്. ഗ്ലൈസമിക് ഇൻഡെക്സ് ഇതിന് വളരെ കുറവാണ്. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉള്ളവർക്ക് ഭയങ്കര നല്ലതാണ്. ഒരു സൂപ്പർ ഫുഡാണ് ഈ ഡയബറ്റീസുകാർക്ക് ഈ റാഗി എന്ന് പറയുന്നത്. അവർ ആഴ്ചയിൽ ഒരു 5 ദിവസം രാവിലെയും വൈകിട്ടും റാഗിയുടെ ഐറ്റംസ് കഴിച്ചാൽ തന്നെ അവരുടെ ഡയബറ്റീസ് സംഭവമൊക്കെ നോർമലായിട്ട് നിൽക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. റാഗി അല്ലെങ്കിൽ മില്ലറ്റ്സ് എന്തെങ്കിലും. ഇപ്പം ഞാൻ ഉപയോഗിച്ചത് കൂടുതലും റാഗി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇത് ഭയങ്കര ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് നമുക്ക് കുറേ ഇപ്പോൾ റാഗി സ്മൂത്തി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫില്ലായിട്ടിരിക്കും. നമുക്ക് ഇത് കുറേ നേരം ഇതിങ്ങനെ എന്താ പറയുന്നത്, കുറേ നേരം നമ്മുടെ വയറ് നിറഞ്ഞിരിക്കും. നമുക്ക് വീണ്ടും വിശക്കത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു സംഭവമാണ് ഈ റാഗി എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നല്ല. പിന്നെ ഇതിൻ്റെ നിറം കൊണ്ട് ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നിറം ഇന്നെ ഒരു ചോക്ലേറ്റ് നിറമല്ലേ, അപ്പം അത് കാണുമ്പം ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യവുമില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ അരി ഉഴുന്ന് അരച്ച ദോശയുടെയോ ഒന്നും ഒരു ടേസ്റ്റ് അല്ല. നമുക്ക് അരി ഉഴുന്ന് അരച്ച ദോശയൊക്കെ നമുക്ക് ഇപ്പം അരി ഉഴുന്ന് അരച്ച ദോശ ഒരു 3 എണ്ണം 4 എണ്ണം നമുക്ക് തിന്നാൻ പറ്റും. പക്ഷെ ഇതൊരു 2 എണ്ണം, എനിക്കൊക്കെ ഒരു 2 എണ്ണം റാഗി ദോശയൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, പക്ഷെ അങ്ങനെയാണ്. അരി ഉഴുന്ന് അരച്ച ദോശ തിന്നുമ്പോൾ നമ്മളിങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും. പക്ഷെ റാഗി അവിടെ നമുക്ക് 2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ മതിയാവും. റാഗി പുട്ടാണേലും റാഗി ഇടിയപ്പം, എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും ടേസ്റ്റ് റാഗി ഇടിയപ്പമാണ്. റാഗി ഇടിയപ്പം നല്ല ഒരു കറിയും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ഒരു ഇതിൽ.
റാഗി ഇടിയപ്പം, ഗ്രീൻ പീസ് കറി അല്ലെങ്കിൽ വെള്ളക്കടലക്കറി, മുട്ടക്കറി ഇതൊക്കെ ഭയങ്കരമായിട്ട് ചേർന്ന് പോകുന്നൊരു കാര്യമാണ്. റാഗി ദോശയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും. പക്ഷെ നമ്മൾ 2 എണ്ണത്തിലപ്പുറം എൻ്റെ ഒരു അനുഭവത്തിൽ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല. പക്ഷെ അരി അരച്ച ദോശയൊക്കെ കൂടുതൽ കഴിക്കുക. അതാണ് നമുക്ക് കൂടുതൽ വണ്ണം വെക്കുന്നതും കൂടുതൽ അത് കാർബ് കൂടുതൽ തിന്ന് നമുക്കതൊരു വെയിറ്റിലേക്ക് പോകുന്നതൊക്കെ. റാഗിക്കകത്ത് പ്രോട്ടീൻ ഒക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു സംഭവമാണ് ഈ റാഗി എന്ന് പറഞ്ഞൊരു മില്ലറ്റ്. അപ്പോൾ ഇത് കഴിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഡെയിലി ഇല്ലെങ്കിലും ആഴ്ച ഒരു 2-3 ദിവസമൊക്കെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോർമലായിട്ട് വെയിറ്റ് ലോസ് ഒന്നും ഇല്ലാത്തവരാണേലും ഇത് കഴിച്ചാൽ ഭയങ്കര നല്ലതാണ്. പിന്നെ ഞാൻ അതിനകത്ത് ഈ റാഗി സ്മൂത്തിക്കകത്ത് കാണിച്ചിരിക്കുന്ന ആ ഒരു നട്ടിൻ്റെയും സീഡിൻ്റെയും പൗഡർ, ആ പൗഡർ നിങ്ങൾ ഞാൻ തന്നെ എൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ ആ പൗഡർ ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് ഉണ്ടാവും. അങ്ങനെയാണ് ഞാനത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. സ്ഥിരം ഞാനത് യൂസ് ചെയ്യുന്നതാണ്. 1 സ്പൂണോ അല്ലെങ്കിൽ 1 സ്പൂൺ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ഡെയിലി 1 സ്പൂൺ കഴിച്ചാൽ മതി. അപ്പം അങ്ങനെ 1 സ്പൂൺ ആ ഒരു റാഗി സ്മൂത്തിക്കകത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നട്ട്സ് ഉണ്ട്, സീഡ്സ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അത് നല്ലതാണ്. ഇതൊന്നും ഇല്ലാത്തവർ അതെല്ലാം സെപ്പറേറ്റ് ചേർക്കുക. പിന്നെ നമുക്ക് ഫ്ലാക്സ് സീഡ് ചേർക്കാം, ചിയ സീഡ് ചേർക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചേർക്കാം. പിന്നെ ആപ്പിളിന് നമ്മുടെ പഴത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ആപ്പിൾ ചേർക്കാം. റോബസ്റ്റ പഴം ഞാൻ ചേർക്കാനുള്ള കാര്യം അത് ഈ പറഞ്ഞ പോലെ ഒരു റോബസ്റ്റ പഴം ഡെയിലി കഴിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് വണ്ണം വെക്കത്തൊന്നുമില്ല. നേന്ത്രപ്പഴം പോലെയല്ല. നേന്ത്രപ്പഴം ആണെങ്കിൽ ഡെയിലി കഴിക്കില്ല. ട്വൈസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ ത്രൈസ് ഇൻ എ വീക്കോ ഒക്കെ കഴിച്ചാൽ മതി. പക്ഷേ റോബസ്റ്റ പഴം നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നമുക്ക് ആ ഒരു സ്വീറ്റ് ക്രേവിങ്ങും അങ്ങ് നിൽക്കും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ നമ്മുടെ റാഗി ലോ ഫാറ്റ് മിൽക്കിൽ വേണമെങ്കിൽ വലിയൊരു വെയിറ്റ് ലോസ് ഒന്നും അല്ല. അതേ ഇപ്പം നോർമൽ ഒരു വ്യക്തിയാണെങ്കിൽ ലോ ഫാറ്റ് മിൽക്കിലോ അല്ലെങ്കിൽ മിൽക്കിൽ ഈ റാഗി ഇങ്ങനെ കുറുക്കിയെടുത്ത് കഴിഞ്ഞാലും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ പല ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ് ഈ റാഗി എന്ന് പറയുന്നത്. അപ്പം ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്ത നട്ട്സിൻ്റെ ഇതിനകത്തൊരു കാര്യം എനിക്കൊരു കാര്യം മീൻസ് നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ ഇപ്പം നട്ട്സിൻ്റെയും സീഡ്സിൻ്റെയും ഒന്നും പൗഡർ കാണത്തില്ല. അപ്പം അത് ഉണ്ടാക്കണമെന്നുള്ളവർക്ക് ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നട്ട്സായിട്ടും സീഡ്സായിട്ടും ഒക്കെ ഒന്നുകൂടെ ഇട്ടാൽ മതി. ഞാനത് പൊടിച്ച് പൗഡറാക്കി എൻ്റെ എളുപ്പത്തിന് വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാനത് ചേർക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം നമുക്കിനി ഞാൻ അതൊന്ന് കുടിച്ചിട്ട് എൻ്റെ ഡിന്നർ, ഇന്ന് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, ഞാൻ ഡിന്നറായിട്ടാണ് ഇത് കഴിക്കുന്നത്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാൻ അതെടുത്തോണ്ട് വരട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ റാഗി സ്മൂത്തി. ഇത് നല്ല മധുരമുള്ള പഴമാണെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്വീറ്റ് ഫ്ലേവർ കൂടും. അപ്പോൾ അത്രയും മധുരമുള്ള പഴമല്ല. ഇതൊരു മീഡിയത്തിനെക്കാട്ടും കുറച്ചുകൂടെ താഴ്ന്ന സ്വീറ്റ്നെസ്സേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മധുരം, നാച്ചുറലായിട്ടുള്ള മധുരം വേണമെങ്കിൽ ഹണി, അതുപോലെ നമ്മുടെ ഡേറ്റ്സ് ഇതൊക്കെ ചേർക്കാം. അതൊക്കെ വെയിറ്റ് ഗെയിൻകാർക്ക് നല്ലതാണ്. പിന്നെ ജാഗറി വേണമെങ്കിൽ ചേർക്കാം. മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരം വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ അല്ലെങ്കിൽ ഇത് വെയിറ്റ് ലോസുകാർക്ക് ഈ ഒരു രീതി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്.